മത്സ്യബന്ധന മേഖലയ്ക്കും തൊഴിലാളികൾക്കും മികച്ച അടിസ്ഥാന സൗകര്യം ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കാസർഗോഡ് ജില്ലയിലെ മഞ്ചേശ്വരത്ത് മംഗൽപാടി പഞ്ചായത്തിലെ മുസോഡിയിൽ 2015 ഫിഷറീസ് വകുപ്പ് മത്സ്യബന്ധന തുറമുഖ നിർമ്മാണം ആരംഭിച്ചത്. മീൻപിടുത്ത തൊഴിലാളികൾക്ക് കടലിൽ പോകാനും വള്ളങ്ങൾ സൂക്ഷിക്കാനും മത്സ്യമിറക്കാനും വിപണനം ചെയ്യാനും ഉൾപ്പെടെയുള്ള വിപുലമായ സൗകര്യങ്ങളായിരുന്നു ഇവിടെ ഒരുക്കിയിരുന്നത്. എന്നാൽ 2020 നിർമ്മാണം പൂർത്തിയായി ഉദ്ഘാടനം ചെയ്തെങ്കിലും പ്രദേശത്തെ ഭൂരിഭാഗം വരുന്ന പ്രാദേശിക മത്സ്യത്തൊഴിലാളികൾക്ക് ഒരു തരത്തിലും ഉപയോഗിക്കാൻ പറ്റാത്ത തരത്തിലായിരുന്നു തുറമുഖം. നാട്ടുകാർ ഉൾപ്പെടെ വലിയ പ്രതീക്ഷയോടെ കാത്തിരുന്ന പദ്ധതിയാണ് ഇങ്ങനെ ഉപയോഗശൂന്യമായി കിടക്കുന്നത്. മഴക്കാലത്ത് നാട്ടുകാരായ മത്സ്യത്തൊഴിലാളികൾ മീൻവല തുന്നാൻ ഉപയോഗിക്കുന്ന താൽക്കാലിക ഇടം മാത്രമായി മാറിക്കഴിഞ്ഞു ഈ തുറമുഖം. ചെറിയ വള്ളങ്ങളും തോണികളും ഏറെയുള്ള പ്രദേശത്ത് നിർമ്മിച്ച തുറമുഖത്തെ ബോട്ട് ജെട്ടിയിൽ വലിയ വള്ളങ്ങൾക്ക് മാത്രമേ അടുക്കാനാകൂ. പ്രാദേശിക മത്സ്യത്തൊഴിലാളികളെ കൂടി ലക്ഷ്യം വെച്ച് നിർമ്മിച്ച തുറമുഖത്ത് ഇവരുടെ തോണി അടുപ്പിക്കാനാവുന്നില്ല. ജെട്ടിയുടെ ഉയരം കാരണം ചെറുവള്ളങ്ങളും തോണികളും ഇവിടെ അടുക്കില്ല. മംഗളൂരു, ഉള്ളാൾ, കാഞ്ഞങ്ങാട്, കുമ്പള, കാസർഗോഡ് ഭാഗത്തുള്ള മത്സ്യത്തൊഴിലാളികൾ ഇവിടെ നിന്ന് കടലിൽ പോകുന്നുണ്ട്. ഇവിടെ ഇതുമാതിരി മണ്ണെന്നെ ഇതിന് കാരണം പുഴേൻ്റെ മണ്ണ് ഫുള്ള് മഴക്കാലത്ത് മഴവെള്ളത്തിന് വന്നിട്ട് ഇവിടെ എല്ലാം സ്റ്റോക്ക് ചെയ്യാം. ആ മണ്ണൊന്ന് എടുത്ത് നികത്തി തരണം. ആഴമില്ല, വലിയ വള്ളങ്ങളൊന്നും വന്ന് ഇവിടെ തിരിക്കാനുള്ള സ്ഥലമില്ല. അതുകൊണ്ട് നമുക്ക് മീനായിട്ട് ഇവിടെ വരാനും പറ്റുന്നില്ല. ഈ ജെട്ടിമേൽ മീനൊക്കെ അവിടെ നിന്നില്ല, പുഴ സൈഡാണ് മീനൊക്കെ കാലി ചെയ്യുന്നുള്ളത്. ഇവിടെ ജെട്ടി ആയിട്ടാണ് തോണിക്കാർക്ക് വന്നിട്ട് ജെട്ടിയിൽ പിടിക്കാൻ പറ്റുന്നില്ല. ബോട്ടുകാർക്ക് പിടിക്കുന്ന മാതിരിയുള്ള ജെട്ടിയാണ് ഇവിടെ ഉള്ളത്. നിലവിൽ നമ്മൾ വലിയ ഏറെ നാളത്തെ പ്രതിഷേധത്തിനൊടുവിലാണ് ഇങ്ങനെ ഒരു ഹാർബർ വരുന്നത്. ഇപ്പോൾ ഇത് എത്ര വർഷമായി തുടങ്ങിയിട്ട്? എന്താണ് നിലവിലുള്ള പ്രവർത്തനം? തുടങ്ങിയിട്ട് ഒരു 5-6 വർഷമായി. ഇത് മണ്ണെന്നെ ഇവിടെ മണ്ണ് വരുന്നതാണ്, മഴക്കാലത്ത് മണ്ണ് വരുന്നതാണ് കാരണം. അതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ആഴം കുറവ്, കൂടുതൽ ആഴമാക്കി തരണം ഇതിനെ. ചെറിയ വള്ളങ്ങൾ കൂടി അടുപ്പിക്കാൻ പറ്റുന്ന വിധം തുറമുഖത്തോട് ചേർന്നും തൊട്ടടുത്ത ഹൊസബെട്ടുവിലും ഓരോ ചെറിയ ജെട്ടി നിർമ്മിക്കണമെന്ന ആവശ്യം തുടക്കത്തിൽ തന്നെ തൊഴിലാളികൾ മുന്നോട്ട് വച്ചിരുന്നു. മത്സ്യബന്ധന തുറമുഖത്തിന്റെ പ്രധാന ഭാഗമായ അഴിമുഖ പാലത്തിന്റെ നിർമ്മാണവും പാതിവഴിയിൽ നിലച്ചു. അഴിമുഖ പാലം നിർമ്മാണത്തിനും തുറമുഖത്തിന് സമീപം അടിഞ്ഞ മണൽ നീക്കം ചെയ്യുന്നതുൾപ്പെടെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി 20 കോടി രൂപയുടെ പദ്ധതി അടങ്കൽ തയ്യാറാക്കി 2023 നബാർഡിന് സമർപ്പിച്ച് കാത്തിരിക്കുകയാണ് ഇപ്പോഴും തുറമുഖ വകുപ്പ്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.